ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ മധുരമനോഹരമായ സ്തോത്രകാവ്യത്തെയാണ് നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രണ്ടാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്, വിചാരം ചെയ്യുന്നത്. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഹേ വിഷ്ണു, ഗുരുവായൂരപ്പ, അല്ലയോ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനെ. വിഷ്ണു ശബ്ദത്തിന് സർവവ്യാപകത്വം, അപ്പോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഹേ ഭഗവാനെ. യത് യാതൊന്ന് ത്രൈലോക്യമഹീയസഹ അപിമഹിതം, ത്രിലോകങ്ങളിൽ മൂന്ന് ലോകത്തിലും എത്രയും പൂജ്യമായതിൽ വെച്ച് പൂജ്യമായത്. പൂജ്യമായത് ഒരുപാട് വസ്തുക്കളുണ്ട്, അതിൽ തന്നെ പൂജ്യമായ വസ്തുക്കളിൽ ഏറ്റവും പൂജ്യമായത് ആണ് മോഹനാത് സമ്മോഹനം. മോഹനാത് അപി, മോഹനമായതിനേക്കാൾ മോഹനമായത്, സമ്മോഹനമായത്. കാന്തിനിധാനതഃ അപി കാന്തം,
തേജോനിധിയായിരിക്കുന്നത് നിരവധി വസ്തുക്കളുണ്ട്. അതിലും ഏറ്റവും തേജസ്സേറിയത് മാധുര്യധുര്യാത് അപി മധുരം. മാധുര്യ സത്തിനേക്കാളും മധുരം. മാധുര്യം ഉള്ള വസ്തുക്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടുണ്ട് ലോകത്ത്. എന്നാൽ ആ മാധുര്യമുള്ള വസ്തുക്കളെക്കാൾ മധുരതരമായിരിക്കുന്നത് സൗന്ദര്യോത്തരത അപി സുന്ദരതരം. ഏറ്റവും സുന്ദരമായതിനേക്കാളും സുന്ദരമായിട്ടുള്ളത്. ആശ്ചര്യത അപി ആശ്ചര്യം. അത്ഭുതകരങ്ങളായതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന തത് ത്വദ്രൂപം. ആ അവിടുത്തെ ദിവ്യമായ വിഗ്രഹം ഭുവനെ കസ്യ കുതുകം ന പുഷ്ണാതി. ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ വളർത്താത്തത്? എല്ലാവർക്കും കൗതുകമുണ്ടാക്കുന്നതാണ് ആ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം. ഇവിടെ വിഷ്ണു വിഭു രണ്ട് വാക്കുകൾ പ്രത്യേകമായിട്ട് പട്ടരിപ്പാട് ഉപയോഗിച്ചിട്ടുണ്ട്. വിഷ്ണു സർവവ്യാപി എന്നുള്ള അർത്ഥത്തിലും വിഭു സർവശക്തൻ എന്നുള്ള അർത്ഥത്തിലും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്, സർവശക്തനാണ്, എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. അപ്പൊ ഈ സർവശക്തി ഉള്ളതുകൊണ്ട് സംസാര നിവൃത്തി വരുത്താൻ അവിടുത്തേക്ക് സാധിക്കും. ഇവിടെ പറയണു കസ്യ കുതുകം ന പുഷ്ണാതി. സകളധ്യാനം എങ്ങനെ നിഷ്കളാനന്ദമായി പരിണമിക്കണു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഭഗവത് രൂപ ചിത്രീകരണത്തിൻ്റെ മാറ്റി നിർത്താനാവാത്ത ആവശ്യം എന്തിനാണ്? ആദ്യം ഭഗവാനെ അങ്ങനെ അറിയാൻ സാധിക്കണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ത്രിലോകാതിശായിയായിരിക്കുന്ന ഭഗവത് രൂപം ഏറ്റവും കൗതുകം നിറഞ്ഞതാണ്, കൗതുകപ്രദമാണ് എന്ന് അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഇനി നാളെ നമ്മൾ കേൾക്കാൻ പോകുന്ന 4, 5 എന്നീ ശ്ലോകങ്ങളിലൂടെ. ഇവിടെ ഭഗവാന്റെ ആ സർവവ്യാപകത്വത്തെയും സർവശക്തിത്വത്തെയും ഒരേപോലെ സൂചിപ്പിക്കുന്നു ഈ 2 സംബോധനകളിലൂടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ 3-ാമത്തെ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി ചൊല്ലാം, ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി. അതിനുശേഷം ഇതിൻ്റെ ശ്രീഹരിയ പരിഭാഷ ആ 4 വരി കൂടി പാടി ഭഗവത്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. 2-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം നമ്മളിപ്പോൾ ചൊല്ലി സമർപ്പിച്ചു. ഇനി അതിൻ്റെ ശ്രീഹരിയ പരിഭാഷ. ത്രൈലോക്യത്തിലത്യുൽകൃഷ്ടം രൂപം മതിമനോഹരം കാന്തിജന്യം മാധുര്യത്തിൻ മധുരഭാവം സൗന്ദര്യത്തിൻ സാരമായി ആശ്ചര്യത്തിൻ ആശ്ചര്യമായി വിളങ്ങുമാരൂപമെത്ര കൗതുകകരം. സർവത്ര നാരായണ നാമ സങ്കീർത്തനം
നാരായണ.